വാരണാസിയിലെ വീഡിയോ തീർന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇനി ഒരുപാട് യൂട്യൂബ് വീഡിയോസും റീൽസൊക്കെ പോസ്റ്റ് ചെയ്യാനുണ്ട്. കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഗംഗാ റിവറിൽ കൂടി ഒരു ബോട്ട് റൈഡ് പോകുന്നതാട്ടോ. തീർച്ചയായിട്ടും വാരണാസി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗാ റിവറിൽ കൂടി ഒരു ബോട്ട് യാത്ര പോകുന്നത് മസ്റ്റാണ്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ബോട്ട് രാവിലെയോ വൈകുന്നേരമോ പോകുന്നതാട്ടോ കുറച്ചുകൂടെ നല്ലത്. ആ ക്ലൈമറ്റും പിന്നെ കാണാൻ ഭംഗിയും എല്ലാം ഈ രാവിലെയും വൈകിട്ടും പോകുന്നതാണ്. ഒരാൾക്ക് ബോട്ട് യാത്രയ്ക്ക് വരുന്നത് 100 രൂപയാണ് സീസൺ അല്ലാത്ത സമയത്ത്. സീസൺ ടൈമിൽ റേറ്റ് കൂടും കേട്ടോ. ഞങ്ങൾ ബോട്ടിൽ കയറി ഇതുപോലെ അസീഘട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മണികർണിക ഘട്ട് വരെ പോകും. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് നമ്മളെ അസീഘട്ടിൽ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഹരിചന്ദ്രഘട്ടിലും മണികർണിക ഘട്ടിലും കുറേ ബോഡികൾ കത്തിക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഒത്തിരി യാത്രക്കാരെയും കൊണ്ട് പോകുന്ന ബോട്ടാണ്. അതല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ പോകാം, അതിന് റേറ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കത്തിക്കുന്ന എല്ലാം കാണിക്കും. ഓരോ സ്ഥലത്തും ചില പോയിന്റുകളിൽ അവർ നമുക്ക് നിർത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങി പോകാൻ പറ്റും. ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ വൈകുന്നേരം 6:30-ക്കുള്ള ബോട്ടിംഗ് ആണ് പോയത്. ലൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സമയം കേട്ടോ. നല്ല രസമാണ്. ലൈറ്റ് വരുമ്പോൾ അതിനേക്കാളും ഭംഗിയാണ്. പിന്നെ രാവിലെ സമയം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറേ പക്ഷികളൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്താൽ അവരിങ്ങനെ വരും കേട്ടോ.